എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. പ്രധാന വാർത്തകൾ. അമിത്ഷാ ബി.ആർ. അംബേദ്കറെ അവഹേളിച്ചെന്ന ആരോപണത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. പരസ്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ കലോത്സവത്തിന്റെ അന്തസ്സിന് നിരക്കാത്തതെന്ന് വി. ശിവൻകുട്ടി. തോമസ് കെ തോമസ് എം.എൽ.എക്ക് മന്ത്രിയാകാൻ താൻ തടസ്സമാകില്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കെ.എസ്.ഇ.ബി. ഓഫീസിന് മുന്നിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. പാർലിക്കാട് പരമതത്വ സ്വാമിഷ സത്രത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ സെക്രട്ടറി പ്രൊഫസർ സാധു പത്മനാഭൻ അറിയിച്ചു. എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിന് ഡി.ജി.പിയായി സ്ഥാനക്കയറ്റം. എങ്കകാട് ദേശപാല സമാപിച്ചു. വാർത്തകൾ വിശദമായി. അമിത്ഷാ ബി.ആർ. അംബേദ്കറെ അവഹേളിച്ചെന്ന ആരോപണത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഭരണഘടനാ ചർച്ചയ്ക്കിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി.ആർ. അംബേദ്കറെ അവഹേളിച്ചെന്ന ആരോപണത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. അംബേദ്കറിനെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശം അംബേദ്കറിനെ അപമാനിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്നതും രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അപമാനിക്കുന്നതാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. അമിത്ഷായുടെ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടു സഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിച്ചില്ല. സഭ പെട്ടെന്ന് പിരിച്ചുവിടുകയായിരുന്നു. സഭ കൂടുമ്പോൾ വീണ്ടും വിഷയം ഉന്നയിക്കും. പരാമർശം പുറത്തുവന്നതോടുകൂടി എക്കാലവും ബി.ജെ.പി. അംബേദ്കറിന് എതിരാണെന്ന് വ്യക്തമാവുകയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. കൂട്ടിച്ചേർത്തു. പരസ്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ കലോത്സവത്തിന്റെ അന്തസ്സിന് നിരക്കാത്തതെന്ന് വി. ശിവൻകുട്ടി. പരസ്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ കലോത്സവത്തിന്റെ അന്തസ്സിന് നിരക്കാത്തതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. ജനുവരി 4 മുതൽ 8 വരെയാണ് കലോത്സവം നടക്കുക. കലോത്സവവുമായി ബന്ധപ്പെട്ട് ചില അനാരോഗ്യ വിഷയങ്ങൾ ഉണ്ടായി. ജഡ്ജ്മെന്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ജഡ്ജിമാരെ തടഞ്ഞുവെക്കുന്ന പ്രവണത ഉണ്ടാകുന്നുവെന്നും മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. ചില അധ്യാപകരും ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടെങ്കിൽ അപ്പീൽ നൽകാൻ സംവിധാനമുണ്ടെന്ന് മന്ത്രി വി. ശിവൻകുട്ടി വ്യക്തമാക്കി. കലോത്സവ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പെരുമാറാൻ വിദ്യാർത്ഥികളും അധ്യാപകരും തയ്യാറാവണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്തെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം DDE ഓഫീസ് ഉപരോധിച്ചു. കലോത്സവത്തിൽ വിജയിച്ചാൽ നല്ല ജഡ്ജസ് ഇല്ലെങ്കിൽ കൊള്ളില്ല എന്ന സമീപനം ശരിയല്ലെന്ന് മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. തോമസ് കെ തോമസ് എം.എൽ.എക്ക് മന്ത്രിയാകാൻ താൻ തടസ്സമാകില്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. തോമസ് കെ തോമസ് എം.എൽ.എക്ക് മന്ത്രിയാകാൻ താൻ തടസ്സമാകില്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്താൻ തോമസ് കെ തോമസിന് സ്വാതന്ത്ര്യമുണ്ട്. അതിൽ അച്ചടക്ക ലംഘനമില്ലെന്നും എ.കെ. ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പിടിവാശി കൊണ്ടാണ് താൻ മന്ത്രി പദവിയിൽ തുടരുന്നതെന്ന് പ്രചരിപ്പിക്കരുത്. മന്ത്രിസ്ഥാനത്ത് നിന്നും മാറാൻ തയ്യാറാണെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. നാട്ടിൽ പ്രചരിക്കുന്നത് പോലെ ഒരു കാര്യവും NCPയിൽ നടക്കുന്നില്ല. തോമസ് കെ തോമസ് ശരത് പവാറിനെ കാണുന്നത് അച്ചടക്ക ലംഘനമോ പാർട്ടി വിരുദ്ധമോ അല്ല. പല കാര്യങ്ങളും സംസാരിക്കാനും സൗഹൃദ സന്ദർശനം നടത്തുകയും ചെയ്യാം. 2 മാസം മുമ്പ് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശരത് പവാർ ബോംബെയിൽ എന്നെയും തോമസ് കെ തോമസിനെയും PC ചാക്കോയെയും വിളിപ്പിച്ചിരുന്നു. അന്ന് ആശയവിനിമയം നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെ തീരുമാനം നീണ്ടുപോയി. അതിന്റെ ബാക്കിയാണ് ഇന്നലെ നടന്നത്, എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. തോമസ് കെ തോമസ് ശരത് പവാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ചയായ കാര്യങ്ങൾ അറിയില്ലെന്നും എ.കെ. ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കെ.എസ്.ഇ.ബി. ഓഫീസിന് മുന്നിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി കുടുംബ ബഡ്ജറ്റ് തകർത്ത LDF സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. വടക്കാഞ്ചേരി ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയ്ദീപ് ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട ഒരു സാഹചര്യമില്ലാത്ത ഒരു ജീവിത നിലവാരം പിറകോട്ട് പോയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കറണ്ട് ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ചതിന് എതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമരം നടക്കുന്നത്. നമുക്കറിയാം, ആവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ദിവസം തോറും കുതിച്ചുയരുകയാണ്. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബുഷറ റഷീദ് അധ്യക്ഷത വഹിച്ചു. കമലം ശ്രീനിവാസൻ, നബീസ നസറലി, ജോസഫിന ആന്റണി, PV ഇന്ദിര, പുഷ്പലത അനിൽ, CA സബീല, PM പ്രീത, P സൗമ്യ എന്നിവർ സംസാരിച്ചു. പാർലിക്കാട് പരമതത്വ സ്വാമിഷ സത്രത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ സെക്രട്ടറി പ്രൊഫസർ സാധു പത്മനാഭൻ അറിയിച്ചു.
പാർലിക്കാട് തച്ചനാത്തകാവ് ദേവീ സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണ്യത്തിൽ ഡിസംബർ 20 മുതൽ 29 വരെ സംഘടിപ്പിക്കുന്ന പരമതത്വ സമീക്ഷാ സത്രത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ സെക്രട്ടറി പ്രൊഫസർ സാധു പത്മനാഭൻ അറിയിച്ചു. 2024 ഡിസംബറിലെ 23ാമത് ശ്രീമദ് ഭാഗവത സത്രം ഒരു പുനർനാമകരണത്തോടു കൂടിയാണ് ഇത്തവണ ആവിഷ്കരിക്കുന്നത്. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം എന്നിടത്ത് പരമതത്വ സമീക്ഷാ സത്രം എന്ന പേരോടുകൂടിയാണ് അത് അവതരിപ്പിക്കുന്നത്. ഒരു പൗരാണിക ഗ്രന്ഥത്തിൻ്റെ പരിധിക്കുള്ളിൽ എന്നുള്ളത് വിട്ട് പ്രപഞ്ചസത്യത്തിൻ്റെ ഏത് ഭാഗവും ഒഴിവാക്കാത്ത രീതിയിൽ ഏറ്റവും പരമമായ സത്യത്തെക്കുറിച്ചുള്ള എല്ലാ തത്വങ്ങളും ആവിഷ്കരിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിലാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് നാമകരണത്തിലും വ്യക്തമാക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ നാമകരണം. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. 20-ാം തീയതി രാവിലെ 9:30 മണി 8 മണിക്ക് മുതൽ വെള്ളത്തിരുത്തി ക്ഷേത്രത്തിൽ നിന്ന് ഗ്രന്ഥം, പ്രതിമ എന്നിവയൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതോടുകൂടി 10 മണിക്ക് തുടങ്ങുന്ന ഉദ്ഘാടന സഭയ്ക്കുള്ള ഒരുക്കങ്ങളാവും. ഈ വർഷം പതിവ് പോലെ 35ഓളം പ്രവക്താക്കൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ പ്രവചനങ്ങൾ നടത്തുന്നതാണ്. പ്രത്യേകം അവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് അനുസരിച്ച് 26-ാം തീയതി വിദ്യാർത്ഥികളുടെ സമൂഹ സഹസ്രനാമ ജപം നടക്കും. അതിനിത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 2000-ഓളം വിദ്യാർത്ഥികളെയാണ്. ഇതിനു മുൻപുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ആ ദിവസം ഒരു പക്ഷേ ശ്രോതാക്കളും ഒക്കെ അടക്കം 4000-ഓളം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാവും. അവസാന ദിവസത്തെ വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം, അതും ധാരാളം പേരെ അതിൽ പങ്കെടുക്കാനും അതിൽ ശ്രോതാക്കൾ കാണികളായി പങ്കെടുക്കാനും ആകർഷിക്കാറുണ്ട്. അന്നും വളരെയധികം പേരുണ്ടാവും. ഇവർക്കൊക്കെ എല്ലാവർക്കും തന്നെ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം, ഭക്തിഭോജനം, അതുപോലെ അത്താഴം എന്നിവയൊക്കെ ഈ വേദിക്ക് താഴെയുള്ള അന്നക്ഷേത്രത്തിൽ നൽകാറുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളുമുണ്ട്. ഇത്തവണ അസൗകര്യങ്ങൾ പരിമിതം ആക്കി കൂടുതൽ സൗകര്യത്തോടുകൂടി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനും എല്ലാ ഏർപ്പാടുകളും ചെയ്തു വരുന്നുണ്ട്. സ്വാമി ആപ്തലോകാനന്ദ സത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സത്രശാലയായ സഭാനികേതനിൽ എത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയതായി പ്രൊഫസർ സാധു പത്മനാഭൻ അറിയിച്ചു. 20 രാവിലെ 9:40 ധ്വജാരോഹണം നടക്കും. ADGP MR അജിത് കുമാറിന് DGP-ആയി സ്ഥാനക്കയറ്റം. ADGP MR അജിത് കുമാറിന് DGP-ആയി സ്ഥാനക്കയറ്റം. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് മന്ത്രിസഭ യോഗം അംഗീകാരം നൽകി. 2025 ജൂലൈക്ക് ശേഷം വരുന്ന ഒഴിവിലേക്കാണ് പരിഗണിക്കുക. ADGP റാങ്കിൽ നിന്ന് DGP റാങ്കിലേക്ക് പ്രൊമോഷൻ ലഭിക്കാൻ അർഹതയുള്ളത് MR അജിത് കുമാറിനും കേന്ദ്ര ഡെപ്യൂട്ടി കമ്മീഷണറുള്ള സുരേഷ് രാജ് പുരോഹിതനുമാണ്. ഇവർക്ക് അടുത്ത് വരുന്ന ഒഴിവുകളിൽ DGP റാങ്കിലേക്ക് പ്രൊമോഷൻ നൽകാനാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ നൽകിയത്. ചീഫ് സെക്രട്ടറിയും DGP-യും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്യുന്നത്. വിജിലൻസ് അന്വേഷണം നേരിടുന്ന പ്രൊമോഷൻ നൽകുന്നതിന് തടസ്സമില്ലെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി വിലയിരുത്തി. സർവീസ് ചട്ടപ്രകാരം ഒരാൾ സസ്പെൻഷനിലാകുകയോ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാലോ മാത്രമാണ് തുടർ സ്ഥാനക്കയറ്റത്തിൽ നിന്നും പരിഗണിക്കാതിരിക്കൂ. അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നേയുള്ളൂവെന്നും സ്ക്രീനിംഗ് കമ്മിറ്റി വിലയിരുത്തി. അനധികൃത സ്വത്ത് സമ്പാദനം, തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ചാണ് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നത്. തട്ടകവാസികൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഉത്രാളിക്കാവിലേക്ക് മടങ്ങി. ഉത്രാളിക്കാവ് ഭഗവതിക്കായി എങ്കക്കാട് തട്ടവാസികൾ സമർപ്പിക്കുന്ന ദേശപ്പാന ചടങ്ങുകൾ കൂറ വരിച്ചതോടെ സമാപിച്ചു. ഭഗവതിയെ ആവാഹിച്ച് തട്ടകത്ത് കൊണ്ടുപോയി വന്ന് പാന സമർപ്പിക്കുന്നതായാണ് സങ്കല്പം. രാത്രി വെളുത്തുരുത്തി ദിനേശനും സംഘവും അവതരിപ്പിച്ച തായമ്പക, ലളിത സഹസ്രനാമം, ഗായത്രി സഹസ്രനാമം, പാൽക്കുടം, പൂജ എഴുന്നള്ളിപ്പ്, നടക്കൽ പൂജ, തളിപ്പൂജ, തിരിയൊഴിച്ചൽ, കളം മായ്ക്കൽ, കോമരങ്ങളുടെ കൽപ്പന, ഗുരുതി സമർപ്പണം എന്നിവ നടന്നു. AC കൃഷ്ണൻകുട്ടി, B ശ്രീധരൻ, കുമ്പളങ്ങാട് തങ്കപ്പൻ നായർ, ഭാസ്കരൻ മടത്തിലാത്ത് എന്നിവർ
പാനയോഗക്കാരായി ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, സെക്രട്ടറി PR സുരേഷ്, തട്ടകവാസികൾ എന്നിവർ പാനയ്ക്ക് നേതൃത്വം നൽകി. കടമ്പാട്ട് നാരായണൻ നായർ അടുത്ത വർഷം പാന നടത്തും. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ, രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. ഭാഗവത സത്രം നിങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം എന്ത്? എനിടൈം ന്യൂസ് അന്വേഷിക്കുന്നു. പരമതത്വ സമീക്ഷാ സത്രത്തെക്കുറിച്ച് എനിടൈം ന്യൂസ് അഭിപ്രായ സർവേ ശേഖരിക്കുന്നു. കഴിഞ്ഞ 22 വർഷമായി സത്രവേദിയിലെത്തുന്ന ശ്രോതാക്കളിൽ നിന്നാണ് സത്രത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നത്. ഈ വർഷം മുതൽ പരമതത്വ സമീക്ഷാ സത്രം എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ട ശ്രീമദ് ഭാഗവത സത്രം ഒട്ടേറെ പേരുടെ കഠിനാധ്വാനവും ഭാരിച്ച ചെലവുള്ളതുമാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനായി സംഘടിപ്പിക്കുന്ന ജ്ഞാനമഹോത്സവം ജനങ്ങളിലുണ്ടാക്കിയ മാറ്റങ്ങൾ കണ്ടെത്തുകയാണ് എനിടൈം ന്യൂസ്. ഞങ്ങൾ ശേഖരിക്കുന്ന അഭിപ്രായങ്ങൾ സത്രസമിതിക്ക് സമർപ്പിക്കും. എനിടൈം ന്യൂസ് സംഘടിപ്പിക്കുന്ന അഭിപ്രായ സർവേയുടെ ഉദ്ഘാടനം ഭാഗവത തത്വ സമീക്ഷാ സത്ര സമിതി വൈസ് പ്രസിഡന്റും ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ സെക്രട്ടറിയുമായ പ്രൊഫസർ സാധു പത്മനാഭൻ, എനിടൈം ന്യൂസ് ചെയർമാൻ ഋഷി പൽപൂന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രമടങ്ങിയ പത്രിക നൽകിക്കൊണ്ട് നിർവഹിച്ചു. പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ 23ാമത് അവതരണത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഭാഗവത സത്രം ഏതളവിൽ അസംഖ്യം വരുന്ന ധാരാളം ശ്രോതാക്കളുടെ മനസ്സിൽ ശ്രേഷ്ഠ സങ്കല്പങ്ങൾക്ക് സ്ഥാനം നൽകിയിട്ടുണ്ട്. എത്ര പേർ അതുകൊണ്ട് ഉചിതമായ ചിന്തകളിലേക്ക് മാറി ജീവിത ശൈലിയിലും ജീവിതത്തിലെ ചിന്താധാരകളിലും ഒരു പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നറിയുന്നത് വളരെ കൗതുകകരമായ പ്രയോജനപ്രദവുമായ ഒരു കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരു പ്രയത്നം നടത്തുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഞങ്ങൾക്കും അതിൻ്റെ ഫലമെന്ത് എന്നറിയാൻ താല്പര്യവുമുണ്ട്. ഈ പാർലിക്കാട് എന്ന് പറയുന്ന ഈ സ്ഥലത്തിനെ ചരിത്രത്തിൽ ഇടം കൊടുത്ത ഒരു പരിപാടിയാണ് ഈ തത്വസമീക്ഷാ സത്രം. കഴിഞ്ഞ 23 വർഷക്കാലമായിട്ട് മുടങ്ങാതെ നടന്നു വന്ന് അതിന് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് സ്ഥിരം വേദി. പണ്ടൊക്കെ ഞാൻ കാണുന്ന സമയത്ത് ഇതൊരു പാടത്ത് ഒരു ടെമ്പററി ഷെഡ് കെട്ടിയിട്ടാണ് അന്നത്തെ സത്രങ്ങൾ നടന്നിരുന്നത്. അതൊക്കെ മാറി നല്ല രീതിയിൽ അതിന് വേണ്ടി ഒരു പ്രത്യേക ഹാള് വരെ ഇപ്പോൾ സജ്ജീകരിക്കുകയാണ്. വളരെ ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ. ഞാനിതിൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ ഈ സത്രം കാണാൻ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ സ്ഥിരമായിട്ട് ഈ സത്രം കേൾക്കാൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പാർലിക്കാട് എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഈ സത്രത്തിൻ്റെ ഓർമ്മകളാണ് വരുന്നത്. അത്തരത്തിലുള്ള ഒരു പൈതൃക ഒരു ഡിവൈൻ ലാൻഡായി ഇത് മാറിയിരിക്കുകയാണ്. എൻസിപിയിലെ മന്ത്രിമാറ്റ ചർച്ചകളിൽ അനിശ്ചിതത്വം. എൻസിപിയുടെ മന്ത്രിയായ AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശം CPM കേന്ദ്ര നേതൃത്വം വിലയിരുത്തും. ശരത് പവാറുമായി തോമസ് കെ തോമസ് ഇന്ന് വീണ്ടും ചർച്ച നടത്തിയില്ല.
തോമസ് കെ തോമസ് ദില്ലിയിൽ നിന്നും പുലർച്ചെ കേരളത്തിലേക്ക് മടങ്ങി. ഇന്ന് മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് സൂചന. ശരത് പവാറുമായുള്ള ചർച്ചയുടെ വിവരം പ്രകാശ് കാരാട്ട് PBയെ അറിയിക്കും. മന്ത്രിയെ നിശ്ചയിക്കാനുള്ള അവകാശം പാർട്ടിക്കാണെന്ന് ഇന്നലെ പവാർ കാരാട്ടിനോട് പറഞ്ഞിരുന്നു. അതേസമയം തോമസ് കെ തോമസിന് പവാറിനെ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. നാട്ടിൽ പ്രചരിക്കുന്നത് പോലെ ഒന്നും NCPയിൽ ഇല്ല. തോമസിനെ പാർട്ടി അധ്യക്ഷനെ കാണാൻ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അതിൽ ഒരു അച്ചടക്ക ലംഘനമില്ല. ശരത് പവാറും കാരാട്ടും എന്താണ് സംസാരിച്ചത് എന്നറിയില്ല. അത് സ്വകാര്യ സംഭാഷണമായിരുന്നു. തോമസിനെ മന്ത്രിയാകാൻ ഞാൻ തടസ്സമല്ലെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് മന്ത്രിയെ വേണ്ട എന്ന നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് താൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. തോമസ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടോട്ടെ. മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയുമെങ്കിൽ നല്ലതാണെന്നും AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഏറെ നാളായി തർക്കത്തിലുള്ള NCPയിലെ മന്ത്രിമാറ്റത്തിൽ അന്തിമ നീക്കത്തിലാണ് PC ചാക്കോയും തോമസും. അവസാനവട്ട ശ്രമമെന്ന നിലയ്ക്കായിരുന്നു ശരത് പവാർ വഴിയുള്ള ഇടപെടൽ. ദേശീയ നേതൃത്വം വരെ അംഗീകരിച്ച മന്ത്രിമാറ്റത്തിൽ അപ്രതീക്ഷിത ഉടക്കിട്ടത് മുഖ്യമന്ത്രിയാണ്. കൂറുമാറാൻ 100 കോടി കോഴ വാഗ്ദാനം ചെയ്തെന്ന വിവാദത്തിൽ തോമസിനെ മന്ത്രിയാക്കാൻ പറ്റില്ലെന്ന് മുഖ്യമന്ത്രി ഉറച്ച നിലപാടെടുത്തു. ഇതോടെ മന്ത്രിമാറ്റ നീക്കം വഴിമുട്ടി. ഇതോടെയാണ് പവാറിനെ കൊണ്ട് മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദമുണ്ടാക്കുക CPM കേന്ദ്ര നേതാക്കളുടെ ഇടപെടലിനും ശ്രമം നടത്തിയത്. അതൃപ്തനാണെങ്കിലും പാർട്ടിക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്നാണ് ശശീന്ദ്രന്റെ നിലപാട്. MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് തന്നെ നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് തന്നെ നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. മക്കളായ ആശ ലോറൻസിന്റെയും സുജാത ബോബന്റെയും അപ്പീൽ തള്ളിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മൃതദേഹം ഏറ്റെടുത്ത മെഡിക്കൽ കോളേജ് നടപടി ശരിവെച്ചാണ് കോടതിയുടെ ഉത്തരവ്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്ത വിധിയിൽ പ്രതികരിച്ച് സാന്ദ്ര തോമസ്. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്ത കോടതി വിധിയിൽ പ്രതികരിച്ച് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഇതെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു. സംഘടിതമായൊരു സ്ത്രീയോട് ചെയ്ത അനീതിക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ സംഘടനയുടെ ദംഷ്ട്രകൾ കൊണ്ട് നിശബ്ദയാക്കാമെന്ന് കരുതിയവർക്കുള്ള താക്കീതാണ് കോടതി വിധിയെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. ഇന്ത്യയിലെ നിയമ സംവിധാനത്തോടുള്ള അതിയായ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നത് കൂടിയാണ് ഇന്നത്തെ വിധിയെന്നും സാന്ദ്ര പറഞ്ഞു. ഓരോരുത്തർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ വരുന്ന ഏതുതരം അക്രമങ്ങളെയും ശക്തിയുക്തം എതിർത്ത് തോൽപ്പിക്കേണ്ടതാണെന്നും സാന്ദ്ര പറഞ്ഞു. നിയമ പോരാട്ടത്തിൽ കൂടെ നിന്ന കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നിർമ്മാതാവ് ഷീല കുര്യൻ എന്നിവർക്കും സാന്ദ്ര നന്ദി പറഞ്ഞു. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ആയുർവേദ പെട്ടിമരുന്ന് സംഭരണശാലയിൽ വൻ അഗ്നിബാധ. വടക്കാഞ്ചേരി തെക്കുംകര കല്ലമ്പാറയിൽ ആയുർവേദ പെട്ടിമരുന്ന് സംഭരണശാലയിൽ വൻ അഗ്നിബാധ. ലക്ഷങ്ങളുടെ നഷ്ടം. ശ്രീനാരായണ ഗുരുദേവൻ കോവിലിന് പിന്നിലുള്ള പള്ളി തോപ്പിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണിലാണ് ഇന്നലെ രാത്രി തീ പടർന്നത്. ചെമ്പോട് സ്വദേശി ആന്തുരുവളപ്പിൽ ഷാഹിറിന്റെ ഉടമസ്ഥതയിലുള്ള MMK ആയുർവേദശാലയിലാണ് തീപിടുത്തമുണ്ടായത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെൽഡിംഗ് പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഇതിൽ നിന്നുണ്ടായ തീപ്പൊരിയാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് സംശയം. 2000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഗോഡൌണിൽ നിറയെ പെട്ടിമരുന്ന് ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഭൂരിഭാഗവും കത്തിത്തീർന്നിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർ എഞ്ചിനിലെ വെള്ളം തീർന്നത് തിരിച്ചടിയായി. മേഖലയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. വാഴാനി കനാലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് അഗ്നിബാധയെ നിയന്ത്രണ വിധേയമാക്കിയത്. വടക്കാഞ്ചേരി നഗരസഭയിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 8 പേർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭയിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 8 പേർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ വിതരണം ചെയ്തത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ സ്വയം പര്യാപ്തമാക്കുന്നതിനും സ്വയം തൊഴിൽ നൽകുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മുച്ചക്കർ വാഹനങ്ങളുടെ വിതരണോത്സവം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ AM ജമീല B അധ്യക്ഷയായി. ICDS സൂപ്പർവൈസർമാരായ MK ശോഭന, രമ്യമോൾ, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അമിത്ഷാ BR അംബേദ്കറെ അവഹേളിച്ചെന്ന ആരോപണത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. പരസ്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ കലോത്സവത്തിന്റെ അന്തസ്സിന് നിരക്കാത്തതെന്ന് V ശിവൻകുട്ടി. തോമസ് കെ തോമസ് MLAക്ക് മന്ത്രിയാകാൻ താൻ തടസ്സമാകില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് KSEB ഓഫീസിന് മുന്നിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. പാർലിക്കാട് പരമതത്വ സ്വമിഷ സത്രത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ സെക്രട്ടറി പ്രൊഫസർ സാധു പത്മനാഭൻ അറിയിച്ചു.
ADGP MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം. എങ്കകാട് ദേശപ്പാന സമാപിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.